സർ, ഒരു ചുവന്ന പോളോ കാറിന്റെ പുറകെയാണ് കേരളം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഹുൽ കോഴിക്കൂട്ടത്തിന് രക്ഷപ്പെടാനായിട്ട് വഴിയൊരുക്കിയത് ഈ ചുവന്ന പോളോ കാറാണ് എന്നുള്ളതാണ്. ചുവന്നത് ഇപ്പോൾ വലിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കളറായിട്ട് വരുന്നുണ്ട്. കാറിന് ചുവന്ന കളർ ഉണ്ടെങ്കിൽ അത് വളരെ സെക്സി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും, സെക്സി ആയതുകൊണ്ടായിരിക്കും മാങ്കൂട്ടത്തിന് ആ കാർ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോ ഈ നടി ഇപ്പൊ പറയുന്ന കാര്യം, ഇതിൽ പ്രധാനമായിട്ട് ഒരു നടിയാണല്ലോ. ആ നടി പറയുന്നത്, ഞാൻ രാഹുലിനെ കാണാനെത്തി, ആ കാർ ഒന്ന് കൊടുത്തേൽപ്പിച്ചു, ആ കാറുമായിട്ട് ഇപ്പോ രാഹുൽ മുങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോ എന്ത് ചെയ്യും? അത് ശരി. ആ ചോദ്യത്തിൽ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ സ്വാഭാവികം മാത്രം. എല്ലാ കാറുകളും എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് പറയുന്ന പോലെ എല്ലാ കാറുകളും ഇപ്പോൾ രാഹുലിലേക്ക് എന്നുള്ള പോലീസിൻ്റെ കാറുകളും ഇപ്പോൾ ആ വഴിക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നോക്കൂ. നമ്മൾ ഈ സംഭവം ആദ്യമായിട്ടല്ല കേരളത്തിൽ സമാനമായ സംഭവം നടക്കുന്നത്. കോവിഡിൻ്റെ പിടിയിൽ മുറുകിയിരുന്ന കാലത്ത് കേരളത്തിൽ അതീവ രഹസ്യമായിട്ടൊരു രക്ഷപ്പെടൽ നടന്നു. എല്ലാ വിമാനത്താവളങ്ങളിലും റെയിൽവേ താവളങ്ങളിലും അതുപോലെ ബസ് സ്റ്റേഷനുകളിലും എല്ലാം കേരളത്തിൻ്റെ പോലീസ്, പിണറായിയുടെ പോലീസ്, വീര്യമേറിയ പോലീസ്, അവിടെ അവർ യൂണിഫോമുമായിട്ട് ശബരിമല യുവതികളെ ശബരിമലയിൽ എത്തിക്കാൻ നടത്തിയ ആ ഒരു ജാഗ്രതയോടുകൂടി നിന്നിട്ട് അതിനെയെല്ലാം വെട്ടിച്ച് കടന്നു കളഞ്ഞു ഒരു കറുത്ത കാർ. ചുവന്നതല്ലെന്ന്, കറുത്ത കാർ. ആരുടെ കാറായിരുന്നു അത്? സ്വപ്ന സുരേഷിൻ്റെ കാറ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിൻ്റെ കാർ ഇവരെയെല്ലാം വെട്ടാനുള്ള വേഗം എങ്ങനെ കൈവരിച്ചു? ആ വേഗമന്ത്രം എങ്ങനെ കൈവരിച്ചു? അതിൻ്റെ സ്രോതസ്സെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ്റെ ഒരു നിർദ്ദേശമാണ്. കാർ ഇങ്ങനൊരു കാർ പോവും, നമ്പർ ഇതാണ്, തൊട്ടുപോകരുത്. അന്നത്തെ എന്താ പറയാ, ആ ഒരു പടയോട്ടം, അതിനെക്കുറിച്ച് സ്വപ്ന സുരേഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അന്ന് സ്വപ്ന സുരേഷ് പോലീസിന്റെ കയ്യിൽ പെട്ടില്ലായിരുന്നെങ്കിൽ സ്വപ്ന സുരേഷ് ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് പോലും സംശയമാണ്. അതെ, അവർ രണ്ടുപേരും, ശിവശങ്കരനും ആത്മകഥ എഴുതി, സ്വപ്ന സുരേഷും ആത്മകഥ എഴുതി. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പോട്ടെ, അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് സവിസ്തരം. പോവുകയാണെങ്കിൽ അതെ, അവിടെയും ഉണ്ടായിരുന്നില്ലേ ഈ അശ്ലീലവും അതുപോലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കഥകളും ഉണ്ടായിരുന്നില്ലേ? അത് എവിടെയാണ്? കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവനിൽ നടന്നതല്ല, സെക്രട്ടേറിയറ്റിനകത്ത് വെച്ചുള്ള ബന്ധങ്ങളാണ്, വഴിവിട്ട ബന്ധങ്ങളാണ്. അതിനു മുമ്പ് നമ്മുടെ സരിതാ നായർ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് നമ്മൾ കേട്ടു. ആ സരിതാ നായരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരിക്കലും ഒരു അപഖ്യാതി സരിതയെ കുറിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കാത്ത പേരുകളില്ല. കോൺഗ്രസിലെ ഒട്ടുമിക്ക ആളുകളുടെയും നേതാക്കളുടെയൊക്കെ പേരുകൾ നമ്മൾ കേട്ടതാണ്. ആ അപഖ്യാതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പാണ് വീണ്ടും ഇത്തരത്തിൽ, അതായത് ജനം മറന്നു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ആ ഒരു കാലഘട്ടം, എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ അടുത്ത ഒരു അപസർപ്പക കഥയാണ് വരുന്നത്. പരമ്പരയായിട്ട് നീ തുടരും. മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ, തുടരും. എന്നിട്ട് 3 ഡോട്ട്സ്, ഇത്രയേ ഉള്ളൂ. തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിൽ ഇത്രയധികം ജാഗ്രതയോടുകൂടി പിണറായി വിജയൻ്റെ പോലീസ്, വീര്യമേറിയ പോലീസ് അന്വേഷണം 3 ദിവസമായിട്ട് നടത്തുന്നല്ലോ, സർവ്വസന്നാഹങ്ങളോടും കൂടി. എന്നിട്ടും എന്തേ രാഹുലിനെ കിട്ടാനില്ല? പകരം രാഹുൽ ഈശ്വരനെ പിടിച്ച് ജയിലിലിടേണ്ട ഗതികേടിൽ വന്നു. അതൊക്കെ എറിഞ്ഞ കല്ലിനെ പിടിക്കുകയാണ് എറിഞ്ഞ ആളിനെ പിടിക്കുന്നതിന് പകരം. അപ്പൊ ഒരു കേസില്, ഈ പറയുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രമുഖ നടനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, നടൻ സിദ്ദിഖാണ്. സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തില് സിദ്ദിഖ് ഈ പോലീസിന്റെ മൂക്കിന് താഴെ ഉണ്ടായിരുന്നു. ആ സത്യത്തിൽ പോലീസിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം സാറിന് അറിയാലോ, പോലീസ് എന്ന് പറയുന്നത് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം ധിക്കരിച്ചു കൊണ്ട് ചെയ്യുന്ന നമ്മുടെ കമ്മീഷണർ സ്റ്റൈലിലുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കണം. ചിലരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പോലീസിനറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, രാഹുലിനൊപ്പം ഇനി സന്ദീപ് വാര്യർ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിനറിയാം. പക്ഷെ പോലീസിന് ആ ഭാഗത്തേക്ക് ചെല്ലാനുള്ള അനുവാദം ഇതുവരെ
കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ സാറിന് പറയാം. എൻ്റെ ഒരു ചെറിയ പത്രപ്രവർത്തന പരിചയം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള സ്വാധീനങ്ങളില്ലെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ജോബി ജോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കൂടി ഇദ്ദേഹത്തിനൊപ്പമുണ്ട് ഈ കാറിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോബി ജോസഫാണ് ഇതിലെ തെറ്റുവശം. ബലാത്സംഗ കേസ് ഇതിലില്ല എന്നെല്ലാ അഭിഭാഷകരും പറയുന്നുണ്ട്. ഇതിൻ്റെ തെറ്റെന്ന് പറയുന്നത് ശരീരത്തിന് ഉപദ്രവകരമാകുന്ന ഒരു മരുന്ന്, ഒന്നല്ല 2 മരുന്നുകൾ ഈ പെൺകുട്ടി, ഈ അതിജീവിത എന്ന് പറയുന്ന ഹതഭാഗ്യയ്ക്ക് കൊടുത്തു എന്നാണ്. ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ, വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. മറ്റൊന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും വേണ്ടിയിട്ടുള്ള 2 മരുന്നുകൾ. ഇഞ്ചക്ഷൻ അല്ല, ഇത് രണ്ടും അഡ്മിനിസ്റ്റർ ചെയ്യുക, ഒന്ന് പിന്നെ അവിടെ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഗുളികകളുണ്ട്. അത്തരം ഗുളികകൾ 2 എണ്ണമാണ് കൊടുത്തത്. ഇത് രണ്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഏത് അബോർഷൻ്റെ ഗുളികയായാലും അത് ആരോഗ്യത്തിന് ഹാനികരമല്ല, സ്ത്രീയുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഡോക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അങ്ങനെ കണക്ക് തന്നെ. 100% ഹാനികരമല്ലാത്ത ഒരു മരുന്നുമില്ല നമ്മൾ കഴിക്കുന്ന ഏത്. അതുകൊണ്ടാണല്ലോ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾ ഇതിന് താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് അത്രയും എന്ന് പറയുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള ഒന്നാണ്, ഇതിലേക്ക് പോകാതിരിക്കുക, അതിന് വേണ്ടുന്നുള്ള പ്രതിരോധം നമ്മൾ സ്വീകരിക്കുക, ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ധാരാളം മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, അതിനും ഉണ്ടല്ലോ, ഗുളികകൾ വരെയുണ്ട്, ഗുളികകളല്ലാത്തവയും ഉണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അതാണ് ഏറ്റവും വലിയൊരു പാപമായിട്ട് ഇതിൽ കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് 2 പേരുടെയും സമ്മതത്തോടു കൂടിയാണെന്ന് ഏകദേശം പൊതുജനത്തിനൊരു സമ്മതമായിട്ടുണ്ട്. സ്ത്രീകൾ സ്വാഭാവികമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ എന്തുകൊണ്ടാണെന്നതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അത് വേറൊരു മനഃശാസ്ത്ര ചോദ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾ വീണ്ടും വീണ്ടും വൺ ഡേ നീ മരിക്കുന്നു ദീപവും കെടുത്തുന്നു എന്ന് പറയുന്ന മട്ടിൽ ഇങ്ങനെ ദീപത്തിന് നേരെ ആകർഷിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം, മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യേണ്ട. അപ്പോൾ ഇത് 2 പേരും കേരളത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ ശത്രുവായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. തെരഞ്ഞെടുപ്പിലും അവർ ഏറ്റുമുട്ടുകയാണ്. അപ്പം മാക്സിമം പൊളിറ്റിക്കൽ ബെനിഫിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എവിടെ കിട്ടിയാലും പിടിക്കുമായിരുന്നു കേരളത്തിൻ്റെ പോലീസ്. അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, പിടിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാണക്കെട്ട് പോകും കേരളത്തിൻ്റെ പോലീസ്. ഇപ്പോൾ ഈ വകുപ്പുകൾ എന്ന് പറയുന്നത്, വകുപ്പിൽ ബലാത്സംഗം പറ്റിയിട്ടുണ്ട്, അതിനെതിരെയുള്ള തെളിവുകളൊക്കെ ആൾറെഡി ഇപ്പോൾ രാഹുൽ സമർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ഡോസ് അടച്ച് സീൽ ചെയ്ത കവറിൽ 2 തവണയായിട്ടാണ് തെളിവുകൾ കൊടുത്തിരിക്കുന്നത്, ധാരാളമായിട്ടുള്ള തെളിവുകൾ. അപ്പോൾ ഇതെന്തുകൊണ്ട് രാഹുൽ വെളിപ്പെടുത്തിയില്ലെന്നൊരു ചോദ്യം രാഹുലിനോട് നേരത്തെ ചോദിച്ചു ഒളിവിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ രാഹുൽ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഞങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായിരുന്നു, ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇത് ബന്ധമുണ്ടായത്. ആ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു, എനിക്കതൊന്നും അറിയില്ല, ഞാൻ സത്യസന്ധയാണ് ആ കുട്ടിയെന്ന് വിശ്വസിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്? ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോഴും സുഹൃത്ത് തന്നെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ എന്നിരിക്കെ അദ്ദേഹം ഒളിവിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകത്തിലോ അല്ലെങ്കിൽ തെലുങ്കാനയിലോ ആയിരിക്കണം. അവിടെ ഈ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അണികൾ അവർക്ക് ധാരാളമുണ്ട്, 2ഇടത്തും മാസ് ബേസുമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് തൽക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ ബ്രിഗേഡ് അല്ലെങ്കിൽ ഷാഫി പറമ്പലിൻ്റെ ആനുകൂല്യമുള്ള ആൾക്കാരവിടെ ഉണ്ടാവുമല്ലോ, ആരാധകരവിടെ ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനൊക്കെ ആ സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ആ ആളുകളെ കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നതാവാനാണ് സാധ്യത. അതുകൊണ്ടാണ് കേരള പോലീസിന് ഇക്കാര്യത്തിൽ ഒരു തുമ്പും കിട്ടാതെ ഇരിക്കുന്നതെന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു പൊക്കിൻ്റെ ഒരു നാണക്കേടിൻ്റെയും പ്രസ്റ്റീജിൻ്റെയും പ്രശ്നമാണ്. ഒരുപക്ഷെ ഇത് നേരെ തിരിച്ചാണെങ്കിലോ സാർ, എൻ്റെ ഒരു സംശയമാണ്. പറയൂ. കാരണം ഇവിടം വിട്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സംഭവത്തിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ ശബരിമല വിഷയമില്ല, ഇനി ഇതെല്ലാം സമർപ്പിച്ച് ഇപ്പൊ തെളിവുകളെല്ലാം സമർപ്പിച്ച് ഒരു മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം മാത്രം രാഹുൽ പുറത്തേക്ക് വരും. രാഹുൽ പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ക്രിയേറ്റഡ് നാടകം ഉണ്ടാവും. അതായത് രാഹുലിനെ പിടികൂടുന്നു, ആ പിടികൂടുന്ന അതേ സമയത്ത് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാധ്യതകൾ. കാരണം പലപ്പോഴായിട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്ര പ്രമുഖന്മാരുടെ കേസുകളിലെല്ലാം ദിലീപിന്റെ കേസ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ കേസിൽ അതിൽ വേറെ വഴിയില്ലാതെ പോയത് കൂടിക്കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരാൻ വൈകിയതും പല ഭാഗങ്ങളും ഇല്ലാതെ ആയതും നമുക്കറിയാമല്ലോ.
അപ്പോൾ കർണാടകയിലേക്ക് ഒരുപക്ഷെ സാധ്യതകളുണ്ട്. എങ്കിലും എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതായിരിക്കില്ല. ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോലും കണ്ടെത്തിയിട്ടുള്ള പോലീസ് വിങ് ആണ് നമ്മുടേത്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്, രാഹുൽ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം. രാഹുൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഒരു മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ തേടി ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ തിരക്കഥ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം രാഹുലിനെ പിടികൂടുന്ന. നമുക്ക് സിദ്ദിഖിന്റെ പുറകെ നടന്നു പോയ സംഭവം. എന്റെ സംശയം പ്രതിത അവിടെ എന്റെ സംശയം ഒരു ചോദ്യം തിരിച്ചു ചോദി കൗണ്ടറുണ്ട്. അതായത് അങ്ങനെ ഒരു സാഹചര്യമാണുള്ളെങ്കിൽ, നിയമം തനിക്ക് അനുകൂലമായി വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്ന് പോലീസിനോ അല്ലെങ്കിൽ കോടതിക്കോ പിടികൊടുക്കുന്നില്ല? ഇതപ്പം തന്നെ തെളിയിക്കാം, അഗ്നിശുദ്ധനായി വരാമല്ലോ. അതെ, പക്ഷെ സർ നിലവില് ഇപ്പോ അദ്ദേഹം ഈ തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആശങ്ക നിൽക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ കേസ് മുറുകുകയാണെങ്കിൽ ഉറപ്പില്ല അദ്ദേഹത്തിന്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു നാടകമാകുമ്പോ കേരളത്തിൽ എത്രയോ അന്തഃപുരങ്ങളുണ്ട് സർ, എത്രയോ അന്തഃപുരങ്ങളുണ്ട്. അവിടെയൊക്കെ ഒളിച്ചിരുന്നവരുടെ കഥയൊക്കെ എന്നെക്കാളും നന്നായി സാറിനൊക്കെ അറിയാം. അപ്പോ അത്തരത്തിലുള്ള എന്റെ ഒരു ഇതിൽ തോന്നിയ കാര്യമാണ്, അത്തരത്തിലുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവസാനം പിടികിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടം വിടാനുള്ള സാധ്യതയുണ്ട്. പണ്ട് കുഞ്ഞിരാമനാണെന്ന് തോന്നുന്നു, ഉണ്ണിയാർച്ചയുടെ മുടിക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പേടിച്ചൊളിച്ചിരുന്നതാണെന്നാണ് തോന്നുന്നത്. മുടിക്കെട്ടിനുള്ളിൽ അത്രമാത്രം മുടിയുള്ള സ്ത്രീകൾ. ഇപ്പം അത്രയ്ക്ക് മുടിയുള്ള സ്ത്രീകളുണ്ടോ എന്ന് സംശയമാണ്. തിരുപ്പൻ്റെ ആശ്രയം വേണ്ടി വരുന്ന സ്ത്രീകളാണ്. അങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. എങ്കിലും സമ്മതിക്കണം, ഇദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ടുകാർ കാണിച്ച സിമ്പലാണ് കോഴി മാത്രമല്ല, പൂവാലൻ മാത്രമല്ല, ഇദ്ദേഹം ഒരു റോബിൻ ഹുഡ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കായംകുളം കൊച്ചുണ്ണി കൂടിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. പോലീസിൻ്റെ പിടി കൊടുക്കാതെ ഒളിച്ചിരിക്കാൻ സമർത്ഥരായിരുന്നു ഇവരെ രണ്ടുപേരും. റോബിൻ ഹുഡ് എന്ന് പറയുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ ബ്രിട്ടീഷ് പതിപ്പ്, അതും അങ്ങനെയായിരുന്നു പറയുന്നത്. ആ ഒരു കലയും കൂടി ഇദ്ദേഹം വശമാക്കിയിട്ടുണ്ടെന്ന് വേണം. അല്ലെങ്കിൽ ഇനി തിരസ്കരണീ മന്ത്രം വല്ലതും ആണോ? അങ്ങനെ വല്ലതും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇനി വേറൊരു സംശയം എനിക്കുള്ള, ശബരിമല സീസണാണ്. സ്വാമി വേഷത്തിൽ അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം നേരെ അവിടെ അടുത്തുണ്ടല്ലോ ഈ മകരജ്യോതിസിൻ്റെ വിളക്ക് തെളിയുന്ന സ്ഥലമുണ്ടല്ലോ, പൊന്നമ്പലമേട്, അവിടെ എങ്ങാണ് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും പോലീസിൻ്റെ ജാഗ്രതയൊന്നും പോയി. ഇലക്ട്രിസിറ്റി ബോർഡുകാരും പിന്നെ ഈ പറയുന്ന മല അരയന്മാരും മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി പിന്നെ ചിലപ്പോൾ ഇദ്ദേഹമല്ലേ മീശയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പർദ്ദയുണ്ടല്ലോ, പർദ്ദ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കുകയല്ല. മനസ്സിലായില്ലേ? പിന്നെ അത് മതനിന്ദയായിട്ട് വലിയ കലഹങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയും ആകാം. എങ്ങനെയായാലും ആൾ സമർത്ഥൻ തന്നെ എന്നേ പറയാൻ കഴിയൂ. ഒരു പോലീസ് സേനയെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ടൊരു വ്യക്തി, കോൺഗ്രസ് പോലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകൾക്ക് ആരാധന തോന്നിപ്പോകും എന്നാ എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.